നമ്മൾ ഇനി പോകുന്നത് റിപ്പോർട്ടിന്റെ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. ഈവനിംഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്ക്. മുതലപ്പൊഴി ഹാർബർ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര പദ്ധതിയുടെ DPR പുറത്തുവിടാനാകില്ലെന്ന മത്സ്യബന്ധന തുറമുഖ വകുപ്പ്. രാജ്യസുരക്ഷയെ ബാധിക്കുമെന്നാണ് വിശദീകരണം. അതേസമയം വിഴിഞ്ഞം പദ്ധതിയുടെ DPR പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച സർക്കാരിന് 177 കോടി രൂപയുടെ കേന്ദ്ര സംസ്ഥാന പദ്ധതിയുടെ DPR പുറത്തിറക്കാനാകില്ലെന്ന് പറയുന്നതിൽ ദുരൂഹതയുണ്ടെന്ന് സമരസമിതി ചൂണ്ടിക്കാണിക്കുന്നു. എങ്ങനെയാണ് വിഴിഞ്ഞം പോലുള്ള ഒരു പ്രോജക്റ്റ് ഞങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുമ്പോൾ മുതലപ്പൊഴി എന്ന് പറയുന്ന ചെറിയ ഹാർബറിൻ്റെ ഈ പ്രോജക്റ്റ് എങ്ങനെയാണ് രാജ്യസുരക്ഷയെ ബാധിക്കുന്നതെന്ന് ഞങ്ങളെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അരുൺ സോളമനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ് അവർ ചോദിക്കുന്നത്. വിഴിഞ്ഞം പോലുള്ള ഒരു അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ DPR പുറത്തുവിടാമെങ്കിൽ എന്തുകൊണ്ട് മുതലപ്പൊഴിയുടെ ഹാർബർ വികസനവുമായി ബന്ധപ്പെട്ടുള്ള DPR പുറത്തുവിടുന്നില്ല എന്നതാണ്. ഇക്കാര്യത്തിൽ എന്താണ് മത്സ്യബന്ധന തുറമുഖ വകുപ്പിന്റെ ഒരു നിലപാട്? ഇതിലൊരു സംശയകരമായ എന്താണ് ബാക്കിയാകുന്നത്? നിലവിൽ വിനീത, ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടത്തുന്ന പദ്ധതിയാണ് ഈ 177 കോടി രൂപയുടെ പദ്ധതി. പദ്ധതി ഇപ്പോൾ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് ഇപ്പോൾ 8 മാസം പിന്നിടുമ്പോഴാണ് ഈ DPR സംബന്ധിച്ച് വലിയ ആശങ്ക മുതലപ്പൊഴിയിലെ മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. സ്വാഭാവികമായിട്ട് അവർ ആദ്യം വിവരാവകാശം തേടിയിരുന്നു. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകിയിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഈ കഴിഞ്ഞ ആഴ്ച ഈ മത്സ്യബന്ധന തുറമുഖ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുമായിട്ട് സെക്രട്ടേറിയറ്റിൽ വച്ച് മത്സ്യത്തൊഴിലാളികൾ കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയിൽ പ്രധാനമായിട്ടും ഉന്നയിച്ച ഒരു ചോദ്യം ഇത് തന്നെയായിരുന്നു. പക്ഷേ മത്സ്യബന്ധന തുറമുഖ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി അതിന് നൽകിയ മറുപടി ഏറെ വിചിത്രമാണ്. കാരണം ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് മുന്നിൽ വലിയൊരു പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുകയാണ്, പ്രത്യേകിച്ചും വിഴിഞ്ഞം പോലുള്ള ഒരു വലിയ തുറമുഖ പദ്ധതി. അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ അതിൻ്റെ റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള DPRന്റെ രേഖയും പുറത്തുവിട്ടിരിക്കുന്നു. ഇത്തരത്തിൽ 2 DPR പുറത്തുവിട്ട ഒരു സാഹചര്യത്തിൽ 177 കോടി രൂപയുടെ പദ്ധതിയുടെ DPR പുറത്തുവിടുന്നതിൽ എന്ത് രാജ്യസുരക്ഷയാണ് ബാധിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുന്നു. അതിലിപ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ ഫിഷറീസ് വകുപ്പോ അല്ലെങ്കിൽ തുറമുഖ വകുപ്പോ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, നിലവിൽ ഈ കാലവർഷക്കെടുതി അവസാനിച്ചിട്ട് മുതലപ്പൊഴിയിൽ ഡ്രഡ്ജിംഗ് ആരംഭിക്കാത്ത ഒരു സ്ഥിതി വിശേഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം മുതലപ്പൊഴിയിലെ ഹാർബറിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനിൽകുമാർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കേണ്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പ്രധാനമായിട്ടും ഡ്രഡ്ജിങ്ങിന്റെ ഉടമസ്ഥർ ഇപ്പോൾ ഡ്രഡ്ജിംഗ് ആരംഭിക്കാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയപ്പോൾ ഒരു ഉദ്യോഗസ്ഥന് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കേണ്ടുന്ന സ്ഥിതിയിലേക്ക് മുതലപ്പൊഴിയിലെ സ്ഥിതികൾ മാറിയിരിക്കുകയാണ് വിനീത. ആ സമയത്ത് തന്നെയാണ് ഈ DPR പുറത്തുവിടില്ല എന്നുള്ള പിടിവാശിയും എന്താണ് അതിന് പിന്നിൽ എന്ന് തന്നെയാണ് അറിയേണ്ടത്. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്. തിരിച്ചെത്താം.